മലയാള സിനിമയിൽ ഹാസ്യരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായിരുന്നു മാള അരവിന്ദൻ. അദ്ദേഹം ഓർമ്മയായിട്ട് 9 വർഷം പൂർത്തിയാകുന്നു. തന്റെ പേരിനൊപ്പം മാള എന്ന തന്റെ സ്വന്തം നാടിന്റെ പേരും അഭിമാനമായി കൂടെ കൂട്ടിയ വ്യക്തിയായിരുന്നു മാള അരവിന്ദൻ. കുതിരവട്ടം പപ്പു, ജഗതി ശ്രീകുമാർ, മാള അരവിന്ദൻ ഈ കോംബോ ആയിരുന്നു ഒരു കാലത്ത് മലയാളത്തിന്റെ ഹാസ്യ തരംഗങ്ങളായി മിന്നിയിരുന്നത്. സല്ലാപത്തിലെ ആശാരി, മീശ മാധവനിലെ മുള്ളാണിപ്പപ്പൻ തുടങ്ങിയ മാള അരവിന്ദൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഓരോ കഥാപാത്രങ്ങളിലും മാള അരവിന്ദൻ പുലർത്തിയ സത്യസന്ധത മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ടുകളുടെ പട്ടികയിൽ മുൻനിരയിലെത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. നീണ്ട 35 വർഷങ്ങൾ മലയാള സിനിമയുടെ ഭാഗമായിരുന്നു മാള അരവിന്ദൻ. തബലയോടുള്ള പ്രണയം അദ്ദേഹത്തെ നാടകക്കാരനാക്കി. 9 വർഷങ്ങൾക്ക് മുൻപ് തന്റെ 76-ാം വയസ്സിലാണ് മാള അരവിന്ദൻ ഹാസ്യ ലോകത്തോട് വിട പറയുന്നത്. ചിരിക്ക് പിന്നിലൊരു നോവുണ്ടാകുമെന്ന പതിവ് അരവിന്ദൻ എന്ന മാളക്കാരനും ശരിവച്ചിരുന്നു. ശബ്ദത്തിലും ചലനത്തിലും ചിരിയോട് ചേർന്ന് നിന്നിരുന്നു. ചിരിക്കിടയിലും നെഞ്ചിൽ തീ കോരിയിടുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും മാള അവതരിപ്പിച്ചിരുന്നു. ഭൂതക്കണ്ണാടി, ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ തുടങ്ങിയ സിനിമകൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. അവസാന കാലത്ത് ഗോഡ് ഫോർ സെയിലിലെ സഖാവായും ലാൽ ബഹദൂർ ശാസ്ത്രിയിലെ ഇടനിലക്കാരനായും മാള തിരിച്ചുവരവ് അറിയിച്ചു. പക്ഷേ കാലം നനക്കി മുണ്ടിന്റെ പാതി കയ്യിലെടുത്ത് മറുകൈ കൊണ്ട് മുടിയിലൊന്ന് തൊട്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ മാളയില്ല. നിസ്സഹായതയിലും നിശബ്ദതയിലും ചിരി സൃഷ്ടിക്കാൻ കഴിയുന്ന അപൂർവ ചിലരിൽ ഒരാൾ. അങ്ങനെയാണ് മാളയെ മലയാള സിനിമാ ലോകം എന്നും ഓർക്കുന്നത്.